ഹായ് ഫ്രണ്ട്സ്, ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവരകൊണ്ട നായകനായിട്ട് വരുന്ന സിനിമയുടെ പ്രൊമോ അത് വരും എന്നുള്ളത് റിലീസ് ഡേറ്റ് പ്രൊമോ ആണ് കേട്ടോ. വരും എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് വൈകുന്നേരത്തെ അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്ക് 7:03 വരും എന്നാണ് പറഞ്ഞത്. കൃത്യസമയത്ത് സംഭവം വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തലവേദനയായിരുന്നു. ഇന്ന് 10 മണിക്ക്, രാവിലെ 10 മണിക്കാണ് എണീക്കുന്നത്. കാരണം ഒരു കുറവില്ല. ഇപ്പൊ ഒരു കുലയെ കുളിച്ച് റെഡി ആയപ്പോൾ ചെറിയൊരു കുറവുണ്ട്. പക്ഷെ തലയ്ക്ക് ചെറിയൊരു വേദന ഇപ്പോഴും ഉണ്ട്. എന്തായാലും നമ്മളത് റിയാക്ട് ചെയ്യാം. 44 സെക്കൻഡാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താ റിയാക്ട് ചെയ്യാത്തതെന്ന്. എസ്പെഷ്യലി ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളൊക്കെ താഴെ കമന്റിൽ പോലും ചോദിച്ചിട്ടുണ്ട്. കിങ്ഡം റിലീസ് ഡേറ്റ് പ്രൊമോ തമിഴാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിജയ് ദേവരകൊണ്ട, അനിരുദ്ധ്, നാഗവംശി, കുറെ ആൾക്കാരുണ്ട്. 16 ഹവർ ആയിട്ടുണ്ട്. 1, 10, 100, 1000, 17 ലക്ഷം, 11,06,868 വ്യൂ ആണ് വന്നിട്ടുള്ളത്. റെഡി. என்ன வேணா செய்வேன் சார். தேவைப்பட்டா மொத்தத்தையும் கொளுத்திடுவேன் சார். അതാരാ? ஏதோ பெருசா நடக்க போகுது. തേർട്ടി ഫസ്റ്റ് 2020 ജൂലൈ. അത് ഈ മാസം തന്നെ 31 സംഗതി വരും. ഓക്കെ, അത് പൊളിച്ചു. കിടിലം. 44 സെക്കൻഡിൽ ഒരു കിടിലം സാധനം. ഞാൻ ഇത് എന്താ വെച്ചാൽ ഈ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ പോസ്റ്റേഴ്സ് ആവട്ടെ, ഫസ്റ്റ് ലുക്ക് വന്ന സംഭവം ആവട്ടെ, അതായത് ഗ്ലിംസ് വന്നാവട്ടെ, ടീസർ ആവട്ടെ, എല്ലാം കിടിലം സാധനങ്ങളാണ്. അതെല്ലാം നമുക്ക് വേറൊന്നും പറയാനില്ല. ഇതില് വിജയ് ദേവരകൊണ്ട എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള വിജയ് ദേവരകൊണ്ട അല്ലാതെ ഒരു പുതിയ ആളെ, ഒരു പുതിയ ടൈപ്പ് ഐറ്റം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുള്ളത് ഭയങ്കര ഒരു സ്ട്രോങ് വിശ്വാസമാണ്. അത് അങ്ങനെ തന്നെ വരും തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിൽ തന്നെ ഇപ്പൊ കാണിക്കുന്നുണ്ട് മുടിയിട്ടുള്ള ടൈപ്പും പഴയ ഒരു വിജയ് ദേവരകൊണ്ട ലുക്കാണ്. ഇപ്പൊ അതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഇപ്പൊ ഒരു അർജുൻ റെഡ്ഡിയിലൊക്കെ പുള്ളിക്കാരൻ വന്നിട്ടുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത്രയും ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ കാണുന്ന പോലത്തേക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ മുടിയും താടിയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇയാള് ഒരു ഭയങ്കര പഞ്ചാര കൊഞ്ചു ടൈപ്പ് അല്ലാത്ത, ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ, അങ്ങനത്തെ ഒരു ലുക്ക് പുള്ളിക്ക് ഉണ്ടല്ലോ. അങ്ങനെ അല്ലാതെ അതിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി ഒരു ടെറർ ആയിട്ടുള്ള, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരാള്, അത് ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ ഈ മുടി ഇല്ലാത്ത മൊട്ട അടിച്ചിട്ടുള്ള ലുക്ക് സൂപ്പറാണ്. അതിലായിരിക്കും മാക്സിമം വയലൻസ് മിക്കവാറും നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റിലും പറഞ്ഞിട്ടുണ്ട്, വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ഈ കിങ്ഡം. അതുപോലെ കാട്ടാളൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ, ബബ്ബ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ, അങ്ങനെ കുറെ സിനിമകൾ, രാമായണ, ഒക്കെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ്. അപ്പൊ എന്തായാലും കിങ്ഡം ഈ വരുന്ന ജൂലൈ 31 ഒരു റിലീസ് ചെയ്യും. കാണാം, കാത്തിരുന്ന് അറിയാം എങ്ങനെ ഉണ്ടാവും സിനിമ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഈ ഗ്ലിംസും ഒരു രക്ഷയില്ല, ഔട്ട്സ്റ്റാൻഡിങ്.